ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു എജു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തവണത്തെ SSCയുടെ എക്സാംസിൻ്റെ സ്റ്റാർട്ടിങ് വന്നേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലണ്ടർ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ എക്സാം, നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ എക്സാം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പോസ്റ്റിൻ്റെ ഫേസ് 14 എക്സാം ആയിരുന്നു. അപ്പോൾ അവർ കലണ്ടറിനകത്താണെങ്കിൽ കഴിഞ്ഞ മാസം ലാസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും വന്നിട്ടില്ലായിരുന്നു, ഡിലേ ആയി. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഏതാണ് സെലക്ഷൻ പോസ്റ്റിൻ്റെ ഫേസ് 40. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് 10th ആയിക്കോട്ടെ ക്വാളിഫിക്കേഷൻ, 12+2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, ഏതാണെങ്കിലും എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. അതിനകത്ത് എഴുതാൻ പറ്റുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ഉണ്ട്. അതുപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കയറാൻ പറ്റുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് കയറാൻ പറ്റുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സാം കൂടെയാണ് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 40 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 13/4 ഇന്നലെ നോട്ടിഫിക്കേഷൻ ഔട്ടായി. ഇന്ന് വരെ അടുത്ത മാസം 4-ാം തീയതി വരെ നമുക്ക് എന്തുണ്ട്, ഡേറ്റ് ഉണ്ട്. പലപ്പോഴും പല ആൾക്കാരും കാണിക്കുന്ന മണ്ടത്തരം, ആദ്യം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുന്നു, അവസാനം അപ്ലൈ ചെയ്യാൻ പറ്റാതെ സൈറ്റ് ബ്ലോക്ക് ആവുന്നു, അങ്ങനെ എക്സാം കഴിയുന്നു പോകുന്നു. അപ്പോൾ എപ്പോഴും വിചാരിക്കരുത് ഇവരെല്ലാ തവണയും എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീക്കും കൂടെ എന്ത് ചെയ്യും, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അത് എല്ലാ തവണയും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്തോളാം, ആ ഒരു കാര്യം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാതെ ഇത്രയും നേരത്തെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിട്ട് ഡേറ്റ് ശ്രദ്ധിച്ചോണം. എന്താണ് അടുത്ത മാസം 4/5/2026 എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ എൻഡ് ആവുന്നത്. ഇനി ഒരു എക്സാം പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ CBT എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്, ജൂൺ 2026 ആണ്. അത് ടെന്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൺഫേം പറഞ്ഞിട്ടില്ല, ടെന്റേറ്റീവ് ഡേറ്റേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് GD എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് വരേണ്ട, സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം വരേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കിയേ പറഞ്ഞിട്ടുള്ളൂ, ടെന്റേറ്റീവ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ഇന്ന ഡേറ്റിൽ തുടങ്ങും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ജൂൺ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ജൂലൈയിലോട്ട് പോവാം. ഓക്കെ, കറക്റ്റ് ജൂണിൽ തന്നെ നടക്കണമെന്നില്ല. ചിലപ്പോൾ ജൂണിൽ തന്നെ ഏതെങ്കിലും അവസാനം ആദ്യമായിട്ട് എന്ത് കാണാം, നമുക്ക് ഈ പറഞ്ഞ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് ഏതൊക്കെയാണ്, 13 ഇന്നലെ നോട്ടിഫിക്കേഷൻ ഔട്ടായി, 4-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ ജൂണിൽ എന്ത് ചെയ്യും, എക്സാം ഉണ്ടാകും. പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നമുക്ക് 2 മാസം മുന്നിൽ കിട്ടും. ഓക്കെ, നമുക്ക് എക്സാമിനായിട്ട് ഇനി എന്തുണ്ട്, 2 മാസം കൂടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ്, ഈ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ്. ഓക്കെ, പല ആൾക്കാർക്കും ഇതിനകത്തുള്ള ഏജ് ലിമിറ്റ് പ്രശ്നം പറ്റാറുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എക്സാം എല്ലാ കാറ്റഗറിയും എന്ന് വെച്ചാൽ 10th +2 ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, ഓക്കെ, 18 തൊട്ട് 13 വരെ എഴുതാൻ പറ്റുന്ന രീതിക്ക് എന്തുണ്ട്, നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്, ആസ് ഓൺ എന്താണ് 1/1/2026 1/1/2026 എന്ന് പറയുന്ന ദിവസം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജിന്റെ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിന് 25 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ അയാൾ 2/1/2001 മുന്നേ എന്ത് ചെയ്യരുത് എന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/1/2001 മുന്നേ ജനിച്ച ആളാവരുത്. അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ 1/1/2008 ശേഷം ജനിച്ച ആളുമാവരുത്. ആ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കോളാം. ക്രൂഷ്യൽ ഡേറ്റ്, ഏജ് ലിമിറ്റിന്റെ ക്രൂഷ്യൽ ഡേറ്റ് നോക്കിക്കോളാം. മെയിൻ ആയിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പല പല പോസ്റ്റിലേക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏജ് റിലാക്സേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ്, നമുക്ക് SC കാറ്റഗറിക്ക് ആണെങ്കിൽ ഏതാണ് 5 years, അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 3 yearsന്റെ എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ, അതിലൊന്നും വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ SC SCക്ക് 5 വർഷത്തെ റിലാക്സേഷൻ, അതുപോലെ തന്നെ OBCക്ക് 3 year റിലാക്സേഷനും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCക്കാർക്കാണെങ്കിൽ 35, അതുപോലെ തന്നെ OBCക്കാർക്കാണെങ്കിൽ 33 വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സാം എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു രീതിക്കായിരിക്കും നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, കോളം കാണും. ഓക്കെ,
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ആ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനും ഓരോ കോഡുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓരോ റീജിയൻ ബേസ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. സെൻട്രൽ റീജിയൻ, കേരള കർണാടക റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, അങ്ങനെ വെസ്റ്റേൺ റീജിയൻ, ഓരോ റീജിയൻ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ CR എന്നിട്ടേക്കുന്നത് സെൻട്രൽ റീജിയൻ ആണ് 10126. ഓക്കെ, അതൊരു എന്താണ് പോസ്റ്റിന്റെ കോഡാണ്. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് CR 10126. അതെന്താണ്, ഒരു പോസ്റ്റിന്റെ കോഡാണ്. ഏതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. ഓക്കെ, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലെ കീഴിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. നാഷണൽ സീഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ വെൽഫെയർ. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതെന്ന് പറയുന്ന ഒരു ലെവൽ 6 ജോബാണ്. അതുപോലെ തന്നെ എക്സാമിന് വേണ്ട ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ തന്നെ എന്താണ്, +2 മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു പോസ്റ്റിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് പോസ്റ്റിനാണോ എലിജിബിൾ ആവുന്നത് അതിന്റെ പോസ്റ്റ് കോഡ് നമ്മൾ നോക്കി എഴുതിയെടുത്ത് വേണം എന്ത് ചെയ്യാനായിട്ടിരിക്കാൻ, അപ്ലൈ ചെയ്യാനായിട്ടിരിക്കാൻ. അപ്ലൈ ചെയ്ത് തെറ്റിക്കരുത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളവർ കാണും, കേരള കർണാടക റീജിയനിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളവർ കാണും. അപ്പോൾ അവർ നോക്കുക, അവർ KKR റീജിയനിലുള്ള പോസ്റ്റുകൾ മാത്രം എടുത്ത് അതിന്റെ കോഡ് മാത്രം എടുത്ത് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി വെറുതെ സ്ഥലം മാത്രം നോക്കി കൊടുക്കരുത്, എന്തും കൂടെ നിങ്ങൾ നോക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കണം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇതിനകത്തെല്ലാം എന്താ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പേജസ് ഉണ്ട്. ഞാനിവിടെ കുറച്ച് പേജസ് മാത്രമേ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അല്ല, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതിനകത്താണെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ട്, ഗ്രാജുവേഷൻ ആൻഡ് അബോന്നുണ്ട്. അപ്പോൾ ഇവിടെ നോർമലി വെറുതെ ഗ്രാജുവേഷൻ എന്നേ ഉള്ളൂ. പക്ഷേ ഈ പോസ്റ്റ് കോഡ് വെച്ച് നമ്മൾ കയറി നോക്കും, നമ്മുടെ സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഫൈലിൽ കയറി നമുക്ക് ഈ പോസ്റ്റ് കോഡിനകത്ത് ഇതിന്റെ ഈ ഒരു പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അവിടെ കയറി നോക്കുമ്പോൾ ഗ്രാജുവേഷൻ ഏത് ഗ്രാജുവേഷൻ ആണെന്ന് പർട്ടിക്കുലർ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എക്കണോമിക്സ് കഴിഞ്ഞവരുണ്ടാവും, BSc ബോട്ടണി കഴിഞ്ഞവരുണ്ടാവും, BSc സുവോളജി കഴിഞ്ഞവരുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിൽ തന്നെ PG എടുത്തവരുണ്ടാവും. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, ഇന്ന സ്ട്രീമിലായിരിക്കണം, സുവോളജി ആയിരിക്കണം, ബോട്ടണി ആയിരിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കണം എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഓരോ പോസ്റ്റിന്. അപ്പൊ ആ കാര്യം കൂടെ നോക്കി അപ്ലൈ ചെയ്യുക. അല്ലാതെ വെറുതെ ഗ്രാജുവേഷൻ എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും കയറി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഏതാണോ നിങ്ങൾക്ക് നോക്കേണ്ടത് അത് നോക്കി അപ്ലൈ ചെയ്യുക. കാരണം ബോയ്സിനാണെങ്കിൽ ഓരോന്നിനും അപ്ലൈ ചെയ്യുന്ന ഓരോ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീസും കൂടെ ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും എത്രയായിരിക്കും ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, വേക്കൻസി എത്ര ഉണ്ടാവും എന്നുള്ളതായിരിക്കും നമുക്ക് അടുത്ത അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെവൽ 1 മുതൽ അതുപോലെ തന്നെ ലെവൽ 7 വരെയുള്ള ജോബ്സ് ഇതിനകത്ത് വരും, സെലക്ഷൻ പോസ്റ്റിനകത്ത് വരും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ വേക്കൻസി കാണാനായിട്ട് പറ്റും. ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3003 വേക്കൻസിയാണ് എന്തായിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് സെലക്ഷൻ പോസ്റ്റിനകത്ത്. ഈ 3003 വേക്കൻസി വരുന്നത് ടോട്ടൽ എത്ര പോസ്റ്റിലേക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3003 വേക്കൻസി വരുന്നത് ടോട്ടൽ എത്ര പോസ്റ്റിലേക്കാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഏകദേശം 382 ഓക്കെ, കാണാനായിട്ട് പറ്റുന്നുണ്ടോ? 382 പോസ്റ്റിലേക്കായിട്ടാണ് ഈ പറഞ്ഞ പോലെ 3003 വേക്കൻസി എന്ത് ചെയ്യുന്നത് ഔട്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 382 പോസ്റ്റ്, ഇഷ്ടം പോലെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ നോക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കും. അതും കൂടെ നോക്കുക. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ, അതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാം മാത്രമേ ഉള്ളൂ, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് പറഞ്ഞ പോലെ CGL പോലെ പ്രിലിംസ് മെയിൻസ് എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ എക്സാം എഴുതി തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജോലിയിൽ കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. 3003 വേക്കൻസി 382 ഇതിലായിട്ട് പോസ്റ്റിലായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് പറ്റിയിട്ടുണ്ട്, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവായിട്ട് കാണുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഒരിക്കലും പാറ്റേൺ ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പാറ്റേൺ ചേഞ്ച് എന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇതുവരെ നമ്മുടെ SSCക്കകത്ത് സെക്ഷൻ കട്ട് ഓഫ് അല്ലെങ്കിൽ സെക്ഷൻ ടൈമിംഗ് എന്ന് പറയുന്ന സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ എക്സാം ഡിലേ ആവാൻ കാരണമായതും ഈ ഒരു കാര്യം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റ് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുമ്പോൾ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 25 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് മാക്സിമം 50 മാർക്കാണ് വരുന്നത് ഓരോ സെക്ഷന്. അങ്ങനത്തെ 4 സെക്ഷൻ, ഏതൊക്കെ ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, 4 സെക്ഷനാണ്. ടോട്ടൽ 200 മാർക്കാണ് എക്സാം നടക്കുന്നത്. പക്ഷെ ടൈം നോക്കുമ്പോൾ നേരത്തെ നിങ്ങൾ ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ എന്ത് മാത്രം കൊടുത്തിട്ടുണ്ടാവും, 60 മിനിറ്റ്സ് മാത്രമേ ആ ഒരു കോളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, വിത്ത് സെക്ഷണൽ ടൈമർ ഫോർ 15 മിനിറ്റ്സ് ഫോർ എന്താണ് ഈച്ച് പാർട്ട്.
ഓരോ പാർട്ടിന് എന്താണ് 15 മിനിറ്റ് വെച്ചേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ് വെച്ച് 4 പാർട്ടാകുമ്പോൾ എത്ര 60 മിനിറ്റ് ആവും. ഇനി ഈ പറഞ്ഞ പോലെ സ്ക്രൈബ് ഉള്ളവർക്കാണെങ്കിൽ 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ, ടോട്ടൽ എത്ര മിനിറ്റ്സ് കിട്ടും? 80 മിനിറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ടൈമിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത്തവണത്തെ എല്ലാ SSC എക്സാമിലും എന്ത് കാണാൻ ചാൻസ് ഉണ്ട്? ഈ പറഞ്ഞ സെക്ഷണൽ ടൈമിംഗ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെക്ഷണൽ ടൈമിംഗ് വരുമ്പോൾ കഴിഞ്ഞ CPOയ്ക്ക് എന്ത് വന്നിട്ടുണ്ട്? സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്തിന്റെ ഈ പറഞ്ഞ മാത്സിന്റെ റീസണിങ്ങിന്റെ ഒക്കെ ടഫ്നെസ് എന്ത് ചെയ്ത് കുറഞ്ഞു. ആ ഒരു കാര്യം നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാന്നേ പറയുന്നുള്ളൂ, ഉറപ്പിച്ച് പറയുന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, ടഫ്നെസ് കുറയാം, ചിലപ്പോൾ ആ രീതിക്ക് തന്നെ നിൽക്കും. കാരണം കഴിഞ്ഞ തവണത്തെ സെലക്ഷൻ പോസ്റ്റ് എക്സാം എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ എല്ലാവരും എക്സാം എഴുതിയത് TCS നിന്ന് മാറി എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്ന സമയത്ത് ഈ പറഞ്ഞ എക്സാം ഹാളിന്റെ കണ്ടീഷൻസ്, എക്സാം സെന്ററിന്റെ കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളാണെങ്കിലും എക്സാമിന്റെ ടഫ്നെസ് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷനിലാണ് നമ്മൾ കഴിഞ്ഞ തവണത്തെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ഫേസ് 13 എക്സാം ഫേസ് ചെയ്ത്. അപ്പോൾ ഇത്തവണ വീണ്ടും പുതിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ചലഞ്ചസ് ഒന്നും വരാതെ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റട്ടെ, എഴുതി തീർക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു കാര്യം അറിഞ്ഞിരിക്കുക, സെക്ഷൻ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോഴാണെങ്കിലും മോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സെക്ഷൻ മോക്കുകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ പറഞ്ഞ പോലെ പുതിയ മോക്സ് അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ ആ മോക്സ് തന്നെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ പഴയ രീതിയിലുള്ള മോക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പുതിയ രീതിയിൽ ചേഞ്ച് ആയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ആണെങ്കിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 15-20 അരമണിക്കൂറിനകത്ത് 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനകത്ത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷും GKയും അതുപോലെ തന്നെ റീസണിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് 30 മിനിറ്റ്സ് മാത്സിന് ഫുള്ളി കൊടുത്ത് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. പല പല ഡിഫറെൻ്റ് ആയിട്ട് മാത്സ് സ്ട്രോങ് ആയിട്ടുള്ളവർ ആദ്യം മാത്സ് എടുത്ത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോകുന്നവരുണ്ട്. പക്ഷെ ആ കണ്ടീഷനൊക്കെ ഇനി മാറും. നമുക്ക് ഓരോ ഏരിയയ്ക്കും ഇത്ര മിനിറ്റ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ GK 7 മിനിറ്റ് 8 മിനിറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന GK നമ്മൾ ചെയ്ത് തീർന്നാലും നമുക്ക് സെക്ഷൻ മാറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്ത് തീർന്നിട്ടിരുന്ന് വെറുതെ GK ഒക്കെ നോക്കി വെറുതെ കൊടുത്ത് തെറ്റിക്കാതെ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ കൊണ്ടുവന്ന് പുതിയ പാറ്റേണിൽ എന്ത് ചെയ്യുക, നമ്മൾ മോക്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെ നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക, അടുത്ത മാസം 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.